ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 16-ാമത്തെ അധ്യായം ദേവാസുര ഭാവങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ 1-ാമത്തെ ശ്ലോകം വായിച്ചിട്ടുണ്ടായിരുന്നു. 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സാത്വികമായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച്, ദൈവികമായിട്ടുള്ള ഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ അധ്യായത്തിൽ 2 സ്വഭാവങ്ങളെ ഭഗവാൻ താരതമ്യം ചെയ്ത് പറഞ്ഞു തരികയാണ്. അതിൽ ദൈവിക സ്വഭാവങ്ങൾ ഉള്ളവരാണ് മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ലോകത്തേക്ക് പോയി അതിനുശേഷം ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നു. അസുരിക സ്വഭാവമുള്ളവർ താഴ്ന്ന ലോകങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത്. അവർ കൂടുതൽ ഭൗതിക ലോകത്തിൽ ബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരിലും ഈ ദൈവിക സ്വഭാവവും ആസുരിക സ്വഭാവവും ഇടകലർന്ന് കാണപ്പെടാം. എല്ലാവരിലും ദൈവിക സ്വഭാവം ഉണ്ടാകും, ആസുരിക സ്വഭാവം ഉണ്ടാകും. ദൈവിക സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ കൂടുതൽ പോഷിപ്പിക്കാൻ സാധിക്കും, അതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും. ആസുരിക സ്വഭാവങ്ങൾ ഏതെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഏതെല്ലാം ആസുരിക ഭാവങ്ങളാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മുരടിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ആസുരിക സ്വഭാവങ്ങളെ തടയുന്നതിനും ദൈവിക സ്വഭാവങ്ങളെ വളർത്തുന്നതിനും ഭഗവാൻ വിശദമായിട്ട് ഈ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നു. ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളിൽ 26 ദൈവിക സ്വഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 3 സ്വഭാവങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 ശ്ലോകങ്ങൾ ഒന്നുകൂടി വായിക്കാം. ശ്രീ ഭഗവാൻ ഉവാച: അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം അഹിംസ സത്യം അക്രോധ ത്യാഗ ശാന്തി അപൈശുനം ദയാ ബോധേഷ അലോലുപ്തം മാർദ്ദവം പ്രീ അചാപനം തേജ ക്ഷമാ ധൃതി ശൗചം അദ്രോഹോ ന അതിമാനിത ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. 26 ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഇതെല്ലാം ദൈവിക സ്വഭാവമാണ്, ദൈവിക സ്വഭാവത്തോടുകൂടി ജനിച്ചവർക്കുണ്ടാകുന്ന സ്വഭാവങ്ങളാണ് എന്ന് പറയും. അപ്പോൾ കുട്ടികൾക്ക് ദൈവിക സ്വഭാവം വരുന്നതിനുള്ള സംസ്കാരം പണ്ടത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്നു. ഗർഭാധാന സംസ്കാരത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ ദൈവിക സ്വഭാവമുള്ള കുട്ടികളായിരിക്കും. ഗർഭാധാന സംസ്കാരം പാലിക്കാതെ ഉണ്ടാകുന്ന കുട്ടികൾ ആസുരിക സ്വഭാവത്തിലേക്ക് മാറിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസ്കാരം നിലനിന്നിരുന്നത്. അപ്പോൾ ഇന്ന് ഗർഭാധാന സംസ്കാരത്തെ കുറിച്ച് ആളുകൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ആസുരിക സ്വഭാവമാണ് ഇന്നത്തെ കാലത്ത് കൂടി വരുന്നത് എന്ന് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ 1-ാമത്തെ ശ്ലോകത്തിലെ 3 സ്വഭാവങ്ങളെ കുറിച്ച് വായിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി. ഈ 3 ഗുണങ്ങളും എല്ലാവർക്കും ആത്മീയമായിട്ട് ഉയരാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ സ്വഭാവങ്ങൾ സന്യാസിമാരെ ഉദ്ദേശിച്ചാണ് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അഭയം, ഭഗവാൻ തന്നെ എല്ലാ സാഹചര്യത്തിലും സംരക്ഷിക്കും. കാരണം സന്യാസിക്ക് മറ്റാരെയും ആശ്രയമില്ല. ബന്ധുക്കളും
സുഹൃത്തുക്കളും സമൂഹവും ഒന്നുമില്ല. അവരെല്ലാം ഉപേക്ഷിച്ച വ്യക്തിയാണ് സന്യാസി. അപ്പൊ ഭഗവാനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് സന്യാസി. അതുകൊണ്ട് ഭഗവാൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ നമുക്ക് സന്യാസത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല. സന്യാസിക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് അഭയം എന്ന് പറയുന്നത്. ഭഗവാൻ എല്ലാ സാഹചര്യത്തിലും എന്നെ സംരക്ഷിക്കും, എന്റെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഭഗവാൻ പ്രതികരിക്കും എന്നുള്ള ബോധ്യത്തിലാണ് യഥാർത്ഥ സന്യാസി ജീവിക്കുന്നത്. അത് അഭയം. തത്വസംശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള മാത്രം മാർഗത്തിൽ ജീവിക്കുക, ഒരിക്കലും അധാർമിക മാർഗത്തിലേക്ക് പോകാതിരിക്കുക. താൻ നിലനിൽക്കുന്നത്, തന്റെ ശരീരം നിലനിർത്തുന്നത് ധാർമ്മികമായിട്ടുള്ള മാർഗത്തിലൂടെ മാത്രമായിരിക്കണം. അതാണ് സത്വസംശുദ്ധിർ എന്ന് പറയുന്നത്. ശുദ്ധമായിട്ടുള്ള ജീവിതം, നിലനിൽപ്പിന്റെ ശുദ്ധി. ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് പറഞ്ഞത് അതും സന്യാസിമാർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. സമൂഹത്തിൽ ജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ജ്ഞാനയോഗ വ്യവസ്ഥിതി. ഇത് സന്യാസിമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. സന്യാസിമാരാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ജ്ഞാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അപ്പോൾ ഈ 3 കാര്യങ്ങളും സന്യാസിമാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അഭയം, സത്വസംശുദ്ധിർ, ജ്ഞാനയോഗ വ്യവസ്ഥിതി. അതിനുശേഷം ഉള്ള 3 ക്വാളിറ്റീസ്: ദാനം, ദമശ്ച, യജ്ഞശ്ച. ദാനവും ദമവും. ദമം എന്ന് പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണമാണ്. യജ്ഞം എന്ന് പറയുന്നത് നമുക്കറിയാം. യജ്ഞം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളാണ്. ദാനം, ദമശ്ച, യജ്ഞശ്ച. ഈ 3 കാര്യങ്ങളും ഗൃഹസ്ഥന്മാർക്ക് പ്രധാനമാണ് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ആത്മീയമായിട്ട് ഉയരാൻ താല്പര്യമുള്ള എല്ലാവരും, സന്യാസിയാണെങ്കിലും ഗൃഹസ്ഥനാണെങ്കിലും ബ്രഹ്മചാരിയാണെങ്കിലും വാനപ്രസ്ഥനാണെങ്കിലും എല്ലാവരും ഇത് പാലിക്കേണ്ടതാണ്. പക്ഷെ പ്രധാനമായിട്ടും ആർക്കാണ് ഇത് പാലിക്കാൻ സാധിക്കുന്നത് എന്നാണ് ശ്രീല പ്രഭുപാദർ സൂചിപ്പിക്കുന്നത്. ദാനം, ദമശ്ച, യജ്ഞശ്ച അത് ഗൃഹസ്ഥന്മാർക്ക് പാലിക്കാൻ സാധിക്കുന്നതാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാവാർത്ഥം നമുക്ക് വായിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ 7ാമത്തെ പാരഗ്രാഫ് വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാനത്തെ കുറിച്ച് പറയുന്ന പാരഗ്രാഫ് മുതൽ നമുക്കിന്ന് വായിക്കാം. ദാനമാണ് മറ്റൊരു ഗുണം, ഇത് ഗൃഹസ്ഥന്മാർക്ക് അനുയോജ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫ് കണ്ടു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, വായിച്ചോളൂ. ശ്ലോകം വായിക്കണമോ പ്രഭുജി? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച അഭയം സത്വസംശുദ്ധ്യ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം അഹിംസ സത്യമക്രോധ ത്യാഗ ശാന്തി അഭൈശ്വനം ദയാ ഭൂതേഷ്വലോലുഭത്വം മാർദ്ദവം ഹ്രീരചാബലം തേജ ക്ഷമാധൃതി ശൗചമദ്രോഹോ ന അതിമാനിത ഭവന്തി സമ്പദം ദൈവീ അഭിജാതസ്യ ഭാരത. ദാനമാണ് മറ്റൊരു ഗുണം, ഇത് ഗൃഹസ്ഥന്മാർക്ക് അനുയോജ്യമാണ്. ഗൃഹസ്ഥൻ മാന്യമായ പ്രവൃത്തിയിലേർപ്പെട്ട് ജീവിക്കാൻ വേണ്ടുന്ന സമ്പത്ത് നേടുകയും അതിൽ പകുതി ലോകമാകമാനം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുകയും വേണം. കൃഷ്ണാവബോധ പ്രചാരത്തിലേർപ്പെട്ട സംഘടനകൾക്ക് സമ്പത്ത് ദാനമായി നൽകണം. ദാനം അർഹിക്കുന്നവർക്ക് കൊടുക്കണം. സത്വരജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതങ്ങളായ പലവിധം ദാനങ്ങളുണ്ട്. സത്വഗുണാധിഷ്ഠാനത്തിലുള്ള ദാനമാണ് ശ്രേഷ്ഠം. അതിനെ വൈദിക ഗ്രന്ഥങ്ങൾ വാഴ്ത്തുന്നു. രജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതങ്ങളായ ദാനങ്ങളെ അവ അനുകൂലിക്കുന്നില്ല. പാഴ്ചെലവ് മാത്രമാണ് അങ്ങനെയുള്ള ദാനങ്ങൾ. ലോകത്തിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ മാത്രമായിരിക്കണം ദാനം. അതാണ് സ്വാത്വികമായ ദാനം. ധമം ആത്മനിയന്ത്രണം. നാലാശ്രമങ്ങൾക്കും
പ്രസക്തമാണെങ്കിലും വിശിഷ്യ ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്. സഭാര്യനെങ്കിലും ഗൃഹസ്ഥൻ തന്റെ ഇന്ദ്രിയങ്ങളെ അനാവശ്യമായ ക്രമപൂർത്തിക്കായി ഉപയോഗിച്ചുകൂടാ. ലൈംഗിക ജീവിതത്തിലും ഗൃഹസ്ഥന്മാർക്ക് നിയന്ത്രണങ്ങളുമുണ്ട്. സന്താന ലാഭത്തിന് മാത്രം ഉദ്ദേശിക്കപ്പെട്ടതാണവ. പുത്രലബ്ധിക്കായിട്ടല്ലാതെ ലൈംഗിക ജീവിതം നയിക്കാൻ പാടില്ല. ആധുനിക സമൂഹത്തിൽ പലരും കുട്ടികളുടെ ചുമതല ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടാതെ ഗർഭനിരോധനമോ അതിലേറെ നീചങ്ങളായ നടപടികളോ ശീലിച്ചു വരുന്നു. ഇത് ആധ്യാത്മികമല്ല, ആസുരമായ പ്രവർത്തനമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ഏതൊരാളും ഗൃഹസ്ഥനായാലും അല്ലെങ്കിലും ലൈംഗികാസക്തി നിയന്ത്രിക്കണം. കൃഷ്ണനെ സേവിക്കണമെന്ന ഉദ്ദേശത്തോടല്ലാതെ സന്താനങ്ങളെ ജനിപ്പിക്കുകയുമരുത്. കൃഷ്ണബോധ അധിഷ്ഠരായ മക്കളെ ജനിപ്പിക്കാനാവുമെങ്കിൽ 100 മക്കൾക്ക് ജന്മം കൊടുത്താലും അതിൽ തെറ്റില്ല. ആ കഴിവില്ലാത്തവർ വ്യർത്ഥമായ ഭോഗസുഖം കൊതിച്ചുകൂടാ. ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് യജ്ഞം. ഇതിന് ധാരാളം പണച്ചെലവുണ്ടെന്നതാണ് കാരണം. മറ്റു 3 ആശ്രമങ്ങളിലും ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം, സമ്പത്ത് സമാഹരിക്കപ്പെടുന്നില്ല. മറ്റാശ്രമങ്ങളിൽ ഭിക്ഷ കൊണ്ടാണ് കാലയാപനം. അതുകൊണ്ട് പലവിധ യജ്ഞങ്ങൾ ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ചുള്ളതാണ്. വേദാന്തങ്ങളായ അഗ്നിഹോത്രാദികളെ അവർ വിധിപ്രകാരം നിറവേറ്റണം. പക്ഷെ ഇക്കാലത്ത് അത്തരം യത്നങ്ങൾക്ക് പണച്ചെലവ് വളരെ കൂടുതലാകയാൽ ആർക്കും അവ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഈ യുഗത്തിൽ നിർവഹിക്കാവുന്ന ഉത്തമ യത്നം സങ്കീർത്തന യത്നമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഉരുവിടുക മാത്രം ചെയ്യേണ്ടുന്ന ആ യത്നം ഒട്ടും പണച്ചെലവും വേണ്ടാത്തതും അത്യുത്കൃഷ്ടവുമാണ്. ദാനം, ദമം, യജ്ഞം എന്നീ 3 കർമ്മങ്ങളും വിശേഷ ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയുള്ളതാണ്. വിദ്യാഭ്യസിക്കുന്ന ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കേണ്ടുന്നതാണ് സ്വാധ്യായം, അതായത് വേദപഠനം. ബ്രഹ്മചാരിക്ക് സ്ത്രീ സമ്പർക്കം പാടില്ല. ബ്രഹ്മചര്യ ജീവിതം നയിക്കണം. ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനായി അവർ സശ്രദ്ധം വൈദിക സാഹിത്യം പഠിക്കണം. ഇതിനെ സ്വാധ്യായം എന്ന് പറയുന്നു. ഗാർഹസ്ഥ്യത്തിന് ശേഷമുള്ള വിശ്രമ ജീവിതത്തിൽ തപസ്സാണ് നിർദ്ദിഷ്ടമായിട്ടുള്ളത്. ജീവിതകാലം മുഴുവൻ ഗാർഹസ്ഥ്യത്തിൽ കഴിച്ചുകൂടാൻ പാടില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ ജീവിതത്തിന് 4 ഘട്ടങ്ങളുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൽ നിന്ന് പിന്മാറണം. 100 കൊല്ലം ജീവിക്കുന്ന ഒരാൾക്ക് 25 കൊല്ലം ബ്രഹ്മചര്യത്തിനും 25 കൊല്ലം ഗാർഹസ്ഥ്യത്തിനും 25 വാനപ്രസ്ഥത്തിനും 25 സന്യാസത്തിനും നീക്കിവെക്കണം. ഇതാണ് വൈദിക മതാനുശാസനം. ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വിരമിച്ച ഒരാൾ ശരീര മനസ്സുകളെയും നാവിനെയും കർശനമായി നിയന്ത്രിക്കണം. ഇതാണ് തപസ്യ. വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ ലക്ഷ്യം തന്നെ തപസ്യയാണ്. അതില്ലാതെ ഏതൊരാൾക്കും മുക്തി ലഭിക്കില്ല. ജീവിതത്തിൽ തപസ്സിന്റെ ആവശ്യമില്ലെന്ന് ഊഹാപോഹത്തിലൂടെ നാൾ കഴിച്ച എല്ലാം നന്നായി വരുമെന്നുള്ള സിദ്ധാന്തത്തെ വൈദിക സാഹിത്യമോ ഭഗവത്ഗീതയോ പിന്താങ്ങുന്നില്ല. തങ്ങൾക്ക് കൂടുതൽ അനുയായികളുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച വസ്തുക്കളായ ആത്മീയവാദികൾ പടച്ചുവിടുന്ന പ്രഹസനങ്ങളാണ് അത്തരം നിഗമനങ്ങൾ. നിയമങ്ങളും നിബന്ധനകളും കർശനങ്ങളെങ്കിലും സാധാരണ ജനങ്ങളെ ആകർഷിക്കാനാവില്ല. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ പുറം കാഴ്ചയ്ക്ക് മാത്രം ധാരാളം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിലാകട്ടെ ശിഷ്യരുടെ ജീവിതത്തിലാകട്ടെ നിഷ്കർഷ നിബന്ധനകൾ ചുമത്താറില്ല. എന്നാൽ വേദസമ്മതമായുള്ളതല്ല ഈ രീതി. ഇനി ബ്രാഹ്മണോചിതമായ ആർജവത്തെ നമ്മൾക്ക് ഇത് ഡിസ്കസ് ചെയ്തതിനു ശേഷം ബാക്കി വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്. അപ്പോൾ 3 ഗുണങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു. ദാനം, ദമശ്ച യജ്ഞശ്ച. ദാനവും ദമവും യജ്ഞവും ഇത് 3ഉം പ്രധാനമായിട്ടും ചെയ്യാൻ സാധിക്കുന്നത് ഗൃഹസ്ഥന്മാർക്കാണ് എന്നും പറഞ്ഞു. കാരണം സമ്പത്ത് സ്വരുക്കൂട്ടുന്നത് ഗൃഹസ്ഥന്മാരാണ്. സന്യാസിമാർ സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കാറില്ല. ബ്രഹ്മചാരികളും വാനപ്രസ്ഥരും സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കുന്നില്ല.
സമ്പത്ത് കൂട്ടിവെച്ചാൽ മാത്രമേ ദാനം ചെയ്യാൻ സാധിക്കൂ. സമ്പത്തില്ലാത്തവർക്ക് ദാനം ചെയ്യാൻ സാധിക്കുകയില്ല. അതേപോലെ യജ്ഞം ചെയ്യുന്നതിനും വലിയ സാമ്പത്തിക ചെലവ് ആവശ്യമാണ്. അപ്പോൾ അതും ഗൃഹസ്ഥന്മാർക്കാണ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ദാനം, ദമം, യജ്ഞം, ശിലപ്രഭാതർ പറയുന്നത് ഇത് 3 ഗൃഹസ്ഥന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. ഇതിൽ ദാനത്തിനെ കുറിച്ച് അടുത്ത അധ്യായത്തിൽ വിശദമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. 3 തരത്തിലുള്ള ദാനം ഉണ്ട് എന്ന് പറയും. തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സാത്വിക ഗുണത്തിലും ഉള്ള ദാനമുണ്ട്. അല്ലെ, നമ്മൾ ദാനം ചെയ്തതുകൊണ്ട് എല്ലാം ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഒരേ വസ്തു ഒരു വ്യക്തി ദാനം ചെയ്തു കഴിഞ്ഞാലും അത് 3 തരത്തിലാകാം. എങ്ങനെയാണ് 3 തരത്തിലാകുന്നത്? ആ കൊടുക്കുന്ന ആളുടെ മാനസികാവസ്ഥ അനുസരിച്ച് എന്തുദ്ദേശത്തോടു കൂടിയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് ദാനം സാത്വികമോ രാജസികമോ താമസികമോ ആവാം. തമോ ഗുണത്തിലുള്ള ദാനം വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കുന്നത്. അല്ലെ, നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ അഭിമാനിക്കാറുണ്ട്, ഞാൻ ഇത്രയും പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തു, ഞാൻ ഇത്രയും ദാനമൊക്കെ ചെയ്തു എന്ന് പറയാറുണ്ട്. പക്ഷെ ദാനം ഏത് ഗുണത്തിൽ ഉള്ളതായിരിക്കണം? നല്ല ഫലം നൽകണമെങ്കിൽ സാത്വിക ഗുണത്തിലുള്ള ദാനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാനം തമോ ഗുണത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് വിപരീതമായിട്ടുള്ള ഫലമാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ദാനത്തിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. ദാനമായാലും യജ്ഞമായാലും തപസ്സായാലും എല്ലാം സാത്വിക ഗുണത്തിലുമുണ്ട്, രജോ ഗുണത്തിലുമുണ്ട്, തമോ ഗുണത്തിലുമുണ്ട്. എല്ലാ ദാനവും ഒരേ ഫലമല്ല നൽകുന്നത്. എല്ലാ ദാനവും ഒരേ ഫലമല്ല നൽകുന്നത്. എല്ലാ യജ്ഞവും ഒരേ ഫലമല്ല നൽകുന്നത്. എല്ലാ തപസ്സും ഒരേ ഫലമല്ല നൽകുന്നത്. ചില തപസ്സുകൾ വിപരീതമായിട്ടുള്ള ഫലമുണ്ടാകും, ചില യജ്ഞങ്ങൾ വിപരീതമായിട്ടുള്ള ഫലമുണ്ടാകും. അപ്പോൾ അതിന്റെ ആ ബോധം, ആ തപസ് ചെയ്യുന്നതിന്റെ ബോധം, ദാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം ഇതനുസരിച്ച് യജ്ഞവും ദാനവും തപസ്സും 3 തരത്തിലുണ്ട്. അടുത്ത അധ്യായത്തിൽ ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ശിലപ്രഭാതർ പറയുന്നത് 3 തരത്തിലുള്ള ദാനമുണ്ട് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് സാത്വികമായിട്ടുള്ള ദാനമെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. എന്താണ് സാത്വികമായിട്ടുള്ള ദാനം എന്ന് 17-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദാതവ്യമിതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. സാത്വികമായിട്ടുള്ള ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഒന്നും നോക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതല്ല. ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദേശവും കാലവും പാത്രവും, പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അതിനെയാണ് പാത്രം എന്ന് പറയുന്നത്. അതെല്ലാം അതിനെക്കുറിച്ച് ചിന്തിച്ച് അനുയോജ്യമായിട്ടുള്ള ദാനം ചെയ്യുന്നതാണ് സാത്വികമായിട്ടുള്ള ദാനം. നമ്മൾ കൊടുത്ത സമ്പത്ത് കൊണ്ട് അവരെന്ത് ചെയ്യും, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ദാനം ചെയ്യാൻ. അതാണ് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ കൊടുത്തു, ഇനി അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്നത് തമോ ഗുണത്തിലുള്ള ദാനമാണ്. അടുത്ത 22-ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസം ഉദാഹരണം. ദേശകാലങ്ങളൊന്നും പരിഗണിക്കാതെ എവിടുന്ന് വേണമെങ്കിലും ദാനം ചെയ്യാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം എന്നുള്ള നിലവാരത്തിൽ അപാത്രേഭ്യശ്ച, പാത്രം നോക്കാതെ ദാനം ചെയ്യുക. അല്ലെ, നമ്മള് ആ കൊടുത്ത ധനം കൊണ്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും ചിന്തിക്കാതെ ദാനം ചെയ്യുക. അത് തമോ ഗുണത്തിലുള്ള ദാനമാണ്. തമോ ഗുണത്തിലുള്ള ദാനം വിപരീതമായിട്ടുള്ള ഫലമാണ് നമ്മൾക്കും സമൂഹത്തിലും ഉണ്ടാക്കുന്നത്. ഇനി രജോഗുണത്തിലുള്ള ദാനം എന്താണെന്ന് പറയുന്നത്, നമ്മുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതിന് വേണ്ടി ദാനം ചെയ്യുന്നത് രജോ ഗുണത്തിലുള്ള ദാനമാണ്. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യവാപുന ദീയതേച്ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം. എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ദാനം ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇത്ര കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത വ്യക്തിക്ക് എനിക്ക് തിരിച്ചു തരാൻ സാധിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്.
അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിവുള്ള വ്യക്തിയാണ്, അദ്ദേഹം പിന്നീട് എന്നെ സഹായിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമാണ്. അങ്ങനെ ഫലം ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്ന ദാനം എന്തായി പോകും? രജോഗുണത്തിലുള്ള രാജസികമായിട്ടുള്ള ദാനമായി പോകും. പക്ഷെ ഫലമൊന്നും ഉദ്ദേശിക്കാതെ ആ സാധ്യമായിട്ടുള്ള നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ദാനമാണ് സാത്വികമായിട്ടുള്ള ദാനം എന്ന് പറയും. ശിലപ്രഭാതർ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദാനത്തിനെ കുറിച്ചും പറയുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ദാനം എന്താണ്? ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ദാനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദാനം എന്ന് പറയുന്നത്. കൃഷ്ണാബോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദാനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദാനം, ഏറ്റവും നല്ല ദാനം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദാനമായിട്ട് വരും. അതിനൊരിക്കലും വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടായിരിക്കില്ല, അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലവും ഉണ്ടാകും. എത്രത്തോളം പൂർണ്ണ മനസ്സോടുകൂടി നമ്മൾ ദാനം ചെയ്യുന്നു അത്രത്തോളം അതിന്റെ ക്വാളിറ്റി, ദാനത്തിന്റെ ഉത്കൃഷ്ടത വർദ്ധിക്കുകയും ചെയ്യും. അപ്പം ദാനം എല്ലാം ഒരേപോലെയല്ല, വ്യത്യസ്ത നിലവാരത്തിലുണ്ട് എന്നുള്ള ശിലപ്രഭാതർ വിശദീകരിക്കും. അപ്പോൾ അത് ഗൃഹസ്ഥൻ പ്രത്യേകിച്ച് ചെയ്യേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. ഇനി ദമത്തിനെ കുറിച്ച് പറഞ്ഞു. ദമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണമാണ്. ഇന്ദ്രിയ നിയന്ത്രണവും ഗൃഹസ്ഥന്മാർക്ക് പ്രത്യേകം നിർദ്ദേശിക്കുന്നു. കാരണം നമ്മൾ സാധാരണ വിചാരിക്കുന്നത് കുടുംബജീവിതത്തിൽ ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ല എന്നാണ്. കുടുംബജീവിതം ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ ആവശ്യമില്ലാത്തതാണ് എന്നാണ്. പക്ഷെ കുടുംബജീവിതം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കുടുംബജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കുടുംബജീവിതം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടാകും. അതാണ് ദമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് സമൂഹത്തിൽ സത്സന്താനങ്ങൾ ഉണ്ടാകും, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സത്സന്താനങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ദമം ഗൃഹസ്ഥന്മാരുടെ ഉത്തരവാദിത്തമാണ് എന്നിവിടെ വിശദീകരിക്കുന്നത്. അടുത്തതായിട്ട് യജ്ഞത്തിനെ കുറിച്ചാണ് പറയുന്നത്. യജ്ഞവും വലിയ ധാരാളം പണച്ചെലവുള്ളത് കൊണ്ട് ഗൃഹസ്ഥന്മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. വ്യത്യസ്ത നിലവാരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. യജ്ഞവും സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഉള്ളതായിട്ട് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മൾ വായിക്കാം. സാത്വികമായിട്ടുള്ള യജ്ഞമുണ്ട്, രജോ ഗുണത്തിലുള്ള യജ്ഞമുണ്ട്, തമോ ഗുണത്തിലുള്ള യജ്ഞവുമുണ്ട്. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യജ്ഞം എന്ന് പറയുന്നത് നാമസങ്കീർത്തനമാണ്. ഭാഗവതത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നുണ്ട്. യജ്ഞ സങ്കീർത്തനപ്രായ യജന്തി സുമേധസ അല്ലെ. കലിയുഗത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കും എന്ന് പറയും. കാരണം നാമസങ്കീർത്തനം കൊണ്ടാണ് കലിയുഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത്. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേ. ഭഗവാന്റെ നാമം കീർത്തിച്ചാൽ തന്നെ നമ്മൾ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തരായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷൻ, ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള യോഗ്യത നമ്മൾക്ക് ഈ യജ്ഞം, നാമസങ്കീർത്തന യജ്ഞം നേടിത്തരുന്നുണ്ട്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ നാമസങ്കീർത്തനം ചെയ്യും എന്ന് പറയുന്നത്. അതായത് കാര്യം ഇവിടെ ശിലപ്രഭാതർ പറയുന്നുണ്ട്, ഉത്തമ യജ്ഞം, ഏറ്റവും ഉത്തമമായിട്ടുള്ള യജ്ഞം നാമസങ്കീർത്തനം തന്നെയാണ് എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ നാമസങ്കീർത്തന യജ്ഞമാണ് കലിയുഗത്തിലേക്ക് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഈ യുഗത്തിൽ എല്ലാവർക്കും ഈ ഉത്തമ യജ്ഞം ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത്. യെസ്, അപ്പൊ നമ്മൾ 3 കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. എന്തൊക്കെയാണ്? ദാനം, ദമം, യജ്ഞം അല്ലെ. ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുണ്ട്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ദാനം ഭഗവാന്റെ നാമപ്രചരണത്തിന് വേണ്ടി ചെയ്യുന്ന ദാനമാണ്. ദമം എന്ന് പറയുന്നത്
ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള കുട്ടികളെ വളർത്തുന്നതിന് വേണ്ടി നമ്മൾ പരിശീലിക്കുന്ന ഇന്ദ്രിയ നിയന്ത്രണമാണ്. കലിയുഗത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള യജ്ഞം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന നാമസങ്കീർത്തന യജ്ഞമാണെന്നും ഇവിടെ ശിലപ്രഭാതര് വിശദീകരിച്ചു. ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം. സ്വാധ്യായം എന്ന് പറയുന്നത് നമ്മൾ വേദഗ്രന്ഥങ്ങളൊക്കെ അല്ലെങ്കിൽ ഭഗവത്ഗീത ഭാഗവതം ഒക്കെ സ്വയം പഠിക്കുന്നതാണ്. സ്വയം എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത്, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അല്ലെങ്കിൽ ഗുരുകുലത്തിലാണെങ്കിൽ ഗുരുകുലത്തിൽ, അല്ലെങ്കിൽ ആശ്രമത്തിൽ, എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സ്വയം ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിക്കുക, ശ്ലോകങ്ങളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മനഃപ്പാഠമാക്കുക. ഇത് സ്വാധ്യായമാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ശീലമാണ് സ്വാധ്യായം. അല്ലെ, ശിലപ്രഭാതരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്വാധ്യായം. അല്ലെ, കാരണം അതിലാണ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. സ്വാധ്യായം പ്രത്യേകിച്ചും ബ്രഹ്മചാരികളെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നത്. കാരണം അവർക്കാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാനുള്ള സമയം കിട്ടുന്നത്. അവര് ധനസമ്പാദനത്തിന് വേണ്ടി പോകാറില്ല. അതുകൊണ്ട് അവർക്ക് പുസ്തകങ്ങൾ പഠിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സമയമുണ്ടാകും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ വിദ്യ നേടുക, വിദ്യാർത്ഥികളാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മചാരികൾ. ചില ആളുകൾ ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ വിദ്യാർത്ഥിയായിട്ട് ബ്രഹ്മചാരിയായിട്ട് ഇരുന്ന് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നീട് പറയുന്നത് സ്വാധ്യായ സ്തപം ആർജവം. തപസ് പ്രത്യേകിച്ചും വാനപ്രസ്ഥരെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നു. കാരണം ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാവും. നമ്മൾ കുടുംബജീവിതത്തിൽ നിന്ന് വിട്ട് ആത്മീയ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മനക്ലേശങ്ങൾ ഉണ്ടാകും. മായാശക്തി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചു വലിക്കും. അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ തപസ് ആവശ്യമാണ്. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും നിയന്ത്രണം ആവശ്യമാണ്. മാത്രമല്ല വാനപ്രസ്ഥൻ ഒരിക്കലും എവിടെയും ഇരിക്കുന്നില്ല. അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും, തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കും. അതിന് ശാരീരികമായിട്ടുള്ള തപസ് ആവശ്യമാണ്, മാനസികമായിട്ടുള്ള തപസ്സും ആവശ്യമാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും അനങ്ങാതെ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച നേടാൻ സാധിക്കും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ചിന്തയാണ് എന്ന് പറയുന്നത്. നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ശരീരം കൊണ്ടും നമ്മൾ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കണം. അതൊരു തപസ്സാണ്. ആ തപസ് ഏറ്റെടുക്കാതെ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നില്ല എന്ന് പറയും. പ്രത്യേകിച്ചും വാനപ്രസ്ഥന്മാർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നത് കൊണ്ട് അവർക്ക് ശാരീരികമായിട്ടുള്ള കൂടുതൽ തപസ് എടുക്കേണ്ടി വരും. ഭഗവത് നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തപസ്സാണ്. ആ തപസ് നമ്മളെ ഉയർത്തുന്നതാണ്. ഭഗവാൻ പറയുന്ന സന്യാസിയാണെങ്കിൽ പോലും യജ്ഞവും ദാനവും തപസ്സും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് നമ്മളെ ഉയർത്തുന്നതാണ്. ഏത് സാഹചര്യത്തിൽ യജ്ഞദാന തപകർമ്മ പവനാനി മനീഷിണം എന്ന് ഭഗവാൻ പറഞ്ഞു. യജ്ഞവും ദാനവും തപസ്സും നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അത് സന്യാസിയാണെങ്കിൽ പോലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാൻ സന്യാസിയാണ്, എനിക്ക് യജ്ഞം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ദാനമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തപസ്സൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ആർക്കെങ്കിലും ആത്മീയമായിട്ട് ഉയരണമെങ്കിൽ, ഭഗവാനെ സമീപിക്കണമെങ്കിൽ, ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യജ്ഞവും ദാനവും തപസ്സും ചെയ്യണം എന്നാണ് പറയുന്നത്. തപസ് പ്രത്യേകിച്ചും വാനപ്രസ്ഥർക്കുള്ളതാണെങ്കിലും അതെല്ലാവർക്കും ബാധകമാണ്. ഇതിൽ പറയുന്ന എല്ലാ ഗുണങ്ങളും ഭക്തന്മാർക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഗുണങ്ങളാണ്. പിന്നീട് ആർജവം പറഞ്ഞു. ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം. ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങച്ചമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും ബ്രാഹ്മണരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ബ്രാഹ്മണർ തീർച്ചയായിട്ടും എപ്പോഴും സത്യസന്ധരായിരിക്കണം. കാരണം അവരാണ് ശാസ്ത്രങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറയണം. എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി പറയണം. അതാണ് ആർജവം എന്ന് പറയുന്നത്. ചിലപ്പോൾ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എന്നാലും അത് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ല. അതാണ് ആർജവം.
അല്ലെ? ശീല പ്രഭാതർ അമേരിക്കയിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഈ യമനിയമങ്ങൾ ഒന്നും പാലിക്കാത്തവരായിരുന്നു. അവരെല്ലാവരും മാംസം കഴിക്കുന്നവരും മദ്യപാനം ചെയ്യുന്നവരും അവിഹിതബന്ധം ചെയ്യുന്നവരും ചൂതാട്ടം നടത്തുന്ന ആളുകളുമായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് പലരും പറഞ്ഞു, നിങ്ങൾ ഈ ജനങ്ങളോട് ഒരിക്കലും ഈ നിയമങ്ങളൊന്നും പറയരുത്. നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അനുയായികളായിട്ട് ഒരൊറ്റ ആളെയും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണ്? ഇതാണ് അവരുടെ ജീവിതം. ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതം. അത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതമില്ല. അതുകൊണ്ട് ഇതൊന്നും പറയരുത്. ബാക്കി നിങ്ങൾ ഭഗവത്ഗീത കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, ഭഗവാന്റെ കഥകളും ലീലകളും ഒക്കെ പറഞ്ഞോളൂ, പക്ഷെ നിയമങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു. പ്രഭാതർ ഒരിക്കലും ആ ഒരു നിയമങ്ങൾ മാറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹം യഥാർത്ഥ രീതിയിൽ എന്താണോ ജനങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ അതെല്ലാം യാതൊരു മറയും ഇല്ലാതെ പറഞ്ഞോളൂ. അതുകൊണ്ടാണ് നമ്മൾക്കും അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാകുന്നത്, അല്ലെ? തെറ്റാണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് അത് നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ആർജവത്തോടുകൂടി യാതൊരു മറയുമില്ലാതെ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ആധ്യാത്മിക ആചാര്യന്റെ കടമയാണ്. പണ്ടത്തെ കാലത്ത് ബ്രാഹ്മണർ ചെയ്തിരുന്ന ഡ്യൂട്ടിയാണ് യഥാർത്ഥ ബ്രാഹ്മണന്റെ ഡ്യൂട്ടി പഠനം, പാഠനം, ശാസ്ത്രം പഠിക്കുക, ശാസ്ത്രത്തിലുള്ളത് അതേപടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് ആർജവമാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറഞ്ഞു കൊടുക്കണം, അല്ലേ? മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുയായികളൊക്കെ നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഞാനും പറയുന്നില്ല എന്ന് വെക്കുന്നത് ആർജവമല്ല. അത് ആർജവമില്ലാത്ത സ്വഭാവമാണ്. ആർജവത്തിനെ കുറിച്ച് പറഞ്ഞു. അഹിംസ, സത്യം, അക്രോധ, ത്യാഗ, ശാന്തി, അഭൈഷുനം. അഹിംസ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ പുരോഗതിയെ തടയാതിരിക്കുക എന്നുള്ളതാണ്. അഹിംസ എന്ന് പറയുന്നത് ഒരു ജീവിയുടെ പുരോഗതിയെ തടയാതിരിക്കുന്നതാണ് അഹിംസ. ഒരു ജീവിയെ കൊല്ലുന്ന സമയത്ത് ആ ജീവിയുടെ പുരോഗതിയെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. അല്ല, അതിന് വീണ്ടും പുതിയൊരു ശരീരം സ്വീകരിച്ച് വീണ്ടും തുടങ്ങണം അടുത്ത ജീവിതം. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഒരു ജീവിയെ ഉപദ്രവിക്കുന്നതും ഒരു ജീവിയെ വധിക്കുന്നതുമെല്ലാം ഈ ഹിംസയാണ്. മാത്രമല്ല, ആത്മീയമായിട്ട് ഒരു വ്യക്തിയെ പുരോഗമിക്കാൻ സഹായിക്കാതിരിക്കുന്നതും ഹിംസയാണെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ ആത്മീയമായിട്ട് പുരോഗമിക്കാൻ സഹായിക്കുന്നില്ലെങ്കിൽ, അതിന് തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതും ഹിംസയാണ്. അത് അഹിംസയല്ല എന്നും വിശദീകരിക്കുന്നു. അഹിംസ, സത്യം, അക്രോധ, ത്യാഗ, ശാന്തി, അഭൈഷുനം. സത്യസന്ധമായിട്ടുള്ള ജീവിതം, അല്ല, സത്യസന്ധമായിട്ടുള്ള ജീവിതം പുലർത്തുന്നവർക്ക് മാത്രമേ ശാസ്ത്രം അതേപടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതനുസരിച്ച് ജീവിക്കാനും സാധിക്കുള്ളൂ. നമ്മൾ സത്യം പറഞ്ഞാൽ മാത്രം പോരാ, അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരേപോലെ ആയിരിക്കും, അല്ലെ? നമ്മൾ നാമം ജപിക്കണം എന്ന് ഒരു ആചാര്യൻ പറഞ്ഞു കൊടുത്തു, അദ്ദേഹം നാമം ജപിക്കുന്നില്ലെങ്കിലോ അത് സത്യമല്ല. നമ്മൾ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുകയും വേണം. ഭഗവത്ഗീത വായിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആള് ഭഗവത്ഗീത വായിക്കുന്നില്ലെങ്കിലോ അപ്പോൾ അത് സത്യമല്ല. സത്യസന്ധമായിട്ടുള്ള ജീവിതം ആണ് നമ്മൾക്ക് നിർദ്ദേശിക്കുന്നത്. അഹിംസ, സത്യം, അക്രോധം. ക്രോധം നിയന്ത്രിക്കാൻ ശ്രമിക്കുക, അതാണ് അക്രോധം എന്ന് പറയുന്നത്. അല്ല, ക്രോധം നമ്മുടെ എല്ലാവിധ ജ്ഞാനത്തിനെയും നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ദേഷ്യമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഓർമ്മശക്തി ഇല്ലാതായി പോകും. നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ക്രോധാത് ഭവതി സമോഹ സ്മൃതി വിഭ്രമ ഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. നമ്മൾക്ക് എത്രത്തോളം ദേഷ്യമുണ്ടോ, എത്രത്തോളം നമ്മൾ ക്രോധം പ്രകടിപ്പിക്കുന്നുണ്ടോ, അത്രത്തോളം നമ്മുടെ മെമ്മറി കുറഞ്ഞു പോകും. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും മറന്നുപോകും, ഭഗവാന്റെ സേവനം മറന്നുപോകും. നമ്മൾ വീണ്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇപ്പൊ ക്രോധം നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാതിലാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ത്രിവിധം നരകസ്യേദം യേശാം നാശിതമാത്മന കാമക്രോധസ്തഥാ ലോഭ തസ്മാത് ഏതത്രയം ത്യജേത്. ത്യജിക്കേണ്ട 3 വാതിലുകളെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. അതിലൊന്നാണ് ക്രോധം. നമ്മൾ ക്രോധിക്കുമ്പോൾ, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ, നമ്മൾ മറ്റൊരാളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി ഒരു വാതിൽ ഓപ്പൺ ആവുന്നുണ്ടെന്നാണ് പറയുന്നത്.
നമ്മൾക്ക് വേണ്ട ഒരു ഡോർ തുറക്കുന്നുണ്ട്. നരകസ്യേതം, നരകത്തിലേക്കുള്ള വാതിലാണെന്ന് പറയും. അപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടതാണെന്നാണ് ഇവിടെ പറയുന്നത്. അക്രോധം, ത്യാഗ, ശാന്തി, അപൈശുനം. യെസ്. ത്യാഗത്തെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. 3 തരത്തിലുള്ള ത്യാഗമുണ്ടെന്ന് പറയുന്നു. സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ത്യാഗമുണ്ട്. എല്ലാ ത്യാഗവും നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നതല്ല. നമുക്ക് വിശദമായിട്ട് അടുത്ത അധ്യായത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് അപൈശുനം ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. പൈശുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുക എന്നുള്ളതാണ്, അല്ലെ? മാംസം ഭക്ഷിക്കുന്നതിനെയും പൈശുനം എന്ന് പറയും. മറ്റുള്ളവരുടെ മാംസം കഴിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എടുത്തു പറയുന്നത് മറ്റുള്ളവരുടെ മാംസം കഴിക്കുന്നത് പോലെ തന്നെയാണ്, അല്ലെ? ആ ശീലത്തിനെയാണ് പൈശുനം എന്ന് പറയുന്നത്. അത് നിർത്തുന്നതിനെയാണ് അപൈശുനം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ, മറ്റുള്ളവരുടെ ദോഷങ്ങൾ കണ്ട് അങ്ങനെ പ്രചരിപ്പിക്കാതിരിക്കുക, അതിനെയാണ് അപൈശുനം എന്ന് പറയുന്നത്. അപൈശുനം ഹ്രീ ശാന്തി, ഹ്രീ അചാപനം. ശാന്തി നമ്മൾക്കറിയാം, ശാന്തമായിട്ടുള്ള സ്വഭാവം കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം. അപൈശുനം ദയാ, ഭൂതേശലോലുപ്തം, മാർദ്ദവം, ഹ്രീ അചാപനം. ദയ, മറ്റുള്ളവരോടുള്ള കാരുണ്യം. ഭൂതേശ അലോലുപ്തം, മാർദ്ദവം, ഹ്രീ അചാപനം. ഹ്രീ എന്താണെന്ന് ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നതിനുള്ള, തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ബോധം. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത് ലജ്ജ എന്ന് പറയുന്നത് മലയാളത്തിൽ, അല്ലെ? ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു തോന്നൽ, അത് നല്ല ക്വാളിറ്റിയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ല, ഇന്നത്തെ കാലത്ത് വിപരീതമായിട്ടാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ അതിൽ മനസ്താപം ഉണ്ടാവേണ്ട ആവശ്യമില്ല, ബി പോസിറ്റീവ്, എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റായിപ്പോയി, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ചിന്തിക്കുന്നതാണ് ഹ്രീ എന്ന് പറയുന്നത്, ലജ്ജ. അത് ചെയ്യാൻ പാടില്ല, ഇനി ഞാൻ അത് ചെയ്യുന്നില്ല. അപ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഹ്രീ എന്ന് പറയുന്നത്. ഹ്രീ. അചാപനം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ബുദ്ധിയാണ്. നമ്മൾ ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് പല വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ എന്ന് വെച്ച് നമ്മൾ ആത്മീയ നിഷ്ഠയിൽ നിന്ന് വിട്ടുപോകരുത്, നമ്മൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കണം. അതാണ് അചാപലം എന്ന് പറയുന്നത്. തേജ, ക്ഷമാ, ധൃതി, ശൗചം, അദ്രോഹോ ന അതിമാനിത. തേജസ് എന്ന് പറയുന്നത് ക്ഷത്രിയന്മാർക്ക് പ്രത്യേകിച്ചും ഉള്ള ഗുണമാണെന്ന് പറയുന്നു. മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവ് തേജസ്. ചിലപ്പോൾ തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കേണ്ടി വരും. സമൂഹത്തിൽ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകളാണ്, അവരെ നിയന്ത്രിക്കണം, അവരെ കൺട്രോൾ ചെയ്യണം. അപ്പോഴേ മറ്റുള്ളവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കും. അപ്പൊ അതിന് തേജസ് ആവശ്യമാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിനുള്ള തേജസ് ആവശ്യമാണ്. എല്ലാവരും നല്ലവരാണ് എന്ന് പറഞ്ഞ് ഇരിക്കാൻ എവിടെയും പറയുന്നില്ല. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുക തന്നെ വേണം, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം. അതിന് തേജസ് ആവശ്യമാണ്. ക്ഷമ നമ്മൾക്കറിയാം, മറ്റുള്ളവർ തെറ്റ് ചെയ്താലും അത് പൊറുക്കുന്ന ശീലമാണ് ക്ഷമ എന്ന് പറയുന്നത്. ധൃതി എന്ന് പറയുന്നത് നമ്മൾക്കത് ചെയ്യാനുള്ള വ്യഗ്രതയാണ്. ഒരു കാര്യം, ആത്മീയമായിട്ടുള്ള കാര്യം ചെയ്യണം, അത് ഉപേക്ഷിക്കാതിരിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ്. ശൗചം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള ശൗചമുണ്ട്. ശാരീരികമായിട്ടുള്ള ശൗചം എങ്ങനെയാണ്? സ്നാനം ചെയ്യുന്നതിലൂടെ ശാരീരികമായിട്ടുള്ള ശൗചം ഉണ്ടാകും. നാമം ജപിക്കുന്നതിലൂടെ മാനസികമായിട്ടുള്ള ശൗചവും ഉണ്ടാകും, ശുചിത്വം ഉണ്ടാകും, മാനസികമായിട്ടുള്ള ശുദ്ധി ഉണ്ടാകും. അദ്രോഹോ ന അതിമാനിത. അദ്രോഹം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ന അതിമാനിത എന്ന് പറയുന്നത് എന്നെ എല്ലാവരും ബഹുമാനിക്കണം എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുക. സാധാരണഗതിയിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും, എല്ലാവരും എന്നെ ബഹുമാനിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കും.
എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയുണ്ടാകും. അത് ആത്മീയ പുരോഗതിക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. അല്ലെ, മറ്റുള്ളവർ ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഭഗവാന്റെ സേവനം തുടരണം. മറ്റുള്ളവർ ബഹുമാനിക്കുന്നുണ്ടോ, മറ്റുള്ളവർ നല്ലതായിട്ട് പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കാതെ അമാനിന മാനദേന നമ്മള് റെസ്പെക്ട് പ്രതീക്ഷിക്കാതെ, നമ്മൾ ബഹുമാനം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ ഭക്തി സേവനം ചെയ്യാൻ എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഇങ്ങനെ 26 ക്വാളിറ്റീസിനെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ക്വാളിറ്റീസ് ആണെന്ന് പറയും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും തീർച്ചയായിട്ടും. ഭക്തന്മാർക്ക് അത് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ഉള്ള ക്വാളിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, നമ്മൾ കൂടുതൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നാണ്. ഭഗവാൻ ഇതെല്ലാം നോക്കുന്നുണ്ട്. ഏതെല്ലാം ക്വാളിറ്റീസ് ആണ് വ്യക്തിക്കുള്ളത് എന്നെല്ലാം നോക്കിയിട്ടാണ് ഭഗവാൻ എന്ത് കൊടുക്കുന്നത്, ആ വ്യക്തിക്ക് പ്രോഗ്രസ് കൊടുക്കുന്നത്, ഉയർച്ച കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഹൃദയത്തിലാണ് ഈ ക്വാളിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം ദൈവിക സ്വഭാവമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. നീ ഈ ദൈവിക സ്വഭാവത്തോടു കൂടിയിട്ടാണ് ജനിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയും 26 സ്വഭാവങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ ആസുരികമായിട്ടുള്ള സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് വായിക്കുന്നതിന് മുന്നേ അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ സമയമായിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദൈവിക സ്വഭാവങ്ങൾ ഭഗവാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശിവരാമൻ പ്രഭുജി പറഞ്ഞോളൂ.